Hi friends, welcome to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിംഗ് സ്നാക്സ് ആണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിംഗ് സ്നാക്സ്. നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിക്കുന്ന പൊരിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് എണ്ണ ഉപയോഗിക്കാതെ നമുക്ക് പുഴുങ്ങിയെടുക്കുക അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഈവനിംഗ് സ്നാക്സ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ആ വിഭവം ഏതാണെന്ന്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസ് ആണ്. ചിക്കൻ മോമോസ് കഴിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം, കഴിച്ചിട്ടില്ലാത്തവരുണ്ടായിരിക്കാം. കഴിച്ചിട്ടില്ലാത്തവർക്ക് നമുക്ക് ഉണ്ടാക്കി നോക്കാനായിട്ടാണ് ഞാൻ ഈ റെസിപ്പി പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ആവശ്യ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ മാവെന്ന് പറയുമ്പോൾ ഇത് മൈദ മാവാണ്. 2 കപ്പ് മാവുണ്ട്, അതായത് 280 ml 2 കപ്പ് മാവാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് വേണം, അതുപോലെ നമ്മുടെ വെള്ളം വേണം കുഴച്ചെടുക്കാനായിട്ട്. അതുപോലെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിൽ കുറച്ച് മതി കേട്ടോ, നമുക്ക് ആവശ്യത്തിന് മാത്രം സൺഫ്ലവർ ഓയിലും ആവശ്യമാണ്. അപ്പോൾ നമുക്കത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുവാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പിട്ടു. വളരെ കുറച്ച് ജസ്റ്റ് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു. നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ലേ, ആ പരുവത്തിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്ന പരുവത്തിന് വേണം നമുക്കിതിന് മോമോസിന് മാവ് കുഴച്ചെടുക്കാൻ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ചിക്കനാണ്. ചിക്കൻ്റെ അതായത് നമ്മൾ ഫില്ലിങ്, ഈ മോമോസിനകത്ത് വെക്കേണ്ട ഫില്ലിങ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ വേണം, അതുപോലെ നമ്മുടെ മല്ലിയില വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഉപ്പുണ്ട്, സോയാ സോസ്, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും സാധനം വേണം. ഈ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ചിക്കൻ അരച്ചെടുക്കണം, മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ടാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ചിക്കൻ വേവിക്കുന്നില്ല, നമ്മുടെ ആവിയിൽ നിന്നാണ് ഈ ചിക്കൻ വെന്ത് വരേണ്ടത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ അരച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടീസ്പൂൺ ഇടുവാണ്. അതിനോടൊപ്പം നമ്മൾ മല്ലിയില ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മല്ലിയില നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സോയാ സോസ്, അതായത് 1 ടീസ്പൂൺ സോയാ സോസ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ സൺഫ്ലവർ ഓയിൽ നമ്മൾ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നവർക്ക് അങ്ങനെ മിക്സ് ചെയ്യാം, എനിക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ നന്നായിട്ട് എല്ലായിടവും ചേർത്തക്ക രീതിയിൽ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാനുള്ളത് നമ്മുടെ മോമോസ് ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള നമ്മുടെ തക്കാളി സോസാണ് കേട്ടോ. നമുക്കൊരു തക്കാളി സോസ് ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കണം. ഞാനൊരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, പക്ഷെ അത്ര നന്നായിട്ട് പഴുത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് പഴുത്ത 2 തക്കാളി ഞാൻ പാനിലിടുവാണ്. അതുപോലെ ഇത് നമ്മുടെ വറ്റൽമുളകാണ്. വറ്റൽമുളക് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു നമ്മുടെ എരിവിനനുസരിച്ച് ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇതവിടെ ഇരുന്ന് വേവട്ടെ, നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചപ്പാത്തി മാവ് പോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒറ്റ ഇതായിട്ടോ അല്ലെങ്കിൽ 2 ആയിട്ടോ നമുക്ക് എടുത്ത് പരത്തിയെടുക്കാം. ചെറിയ പാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ അടപ്പ് വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം.
ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി. അപ്പോൾ നമുക്ക് ഇനി മോമോസിൻ്റെ ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച മീറ്റാണിത്, മിക്സ് ചെയ്ത് വെച്ച മീറ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പരത്തി വെച്ചിരുന്ന മാവാണ്. ഈ മാവിൽ ഇതിൻ്റെ മിക്സ് കുറേശ്ശെ വെച്ച് കൊടുക്കുവാണ്. കുറച്ചും കൂടെ വലുതാണെങ്കിൽ വലുതാക്കാം, ചെറുതാണെങ്കിൽ ചെറുതാക്കാം, അവരവരുടെ ഇഷ്ടത്തിനാണ്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പിടിക്കാം. പക്ഷെ അതിന് പകരം ഞാനിങ്ങനെ ഒരു നമ്മുടെ സാരിയൊക്കെ മടക്കൂലേ, നമ്മുടെ ഞൊറി പിടിക്കുന്ന പോലെ ഞൊറി പിടിക്കുവാണ്. ഇതുപോലെ ആക്കിയെടുക്കണം. ഇങ്ങനെയാണ് നമ്മുടെ മോമോസിൻ്റെ ഇത് തയ്യാറാക്കി എടുക്കുന്നത്, ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പിടിക്കാം. പക്ഷേ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആ ഞൊറി പിടിച്ചെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മളിത് ആക്കി വെക്കുന്നത്, കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിനെ ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ അതിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇഡ്ഡലി കുട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഇഡ്ഡലി തട്ടുണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യണത്. അല്ലാതെ സ്റ്റീമർ ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് പറക്കി വെച്ച് കൊടുക്കാം. പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ എണ്ണ പുരട്ടിയിട്ടുണ്ട് കുറേശ്ശെ. അപ്പോൾ അതിലോട്ട് നമുക്കിത് പറക്കി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചെയ്ത് കാണിക്കുക. അല്ലാതെ സ്റ്റീമറൊക്കെ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് എണ്ണയൊന്നും പുരട്ടണ്ട. അപ്പോൾ ഇനി ഇത് ഞാൻ അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. ഇതിൻ്റെ മുകളിൽ അടുത്ത തട്ട് വെച്ചിട്ട് നമുക്ക് മുകളിലും വെക്കാം കേട്ടോ. നമുക്ക് മുകളിൽ തട്ടിൽ വെക്കാം. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് അത്രേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വെന്ത് വരട്ടെ. നമ്മുടെ ആവിയിൽ നിന്ന് ഇത് വെന്ത് വരണം. നമ്മുടെ ചിക്കനൊക്കെ അതിലാണ് വെന്ത് വരേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ സോസ് തയ്യാറാക്കുന്നത് കാണാം. ഇത് സോസിന് വേണ്ടി നേരത്തെ വേവിച്ച് വെച്ചിരുന്ന, തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന തക്കാളിയും അതുപോലെ മുളകുമാണ്. ഇതൊന്ന് ഞാൻ അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇത് ഞാൻ ടൊമാറ്റോ നന്നായിട്ട് അരച്ചെടുത്തു. ടൊമാറ്റോയും ആ മുളകും കൂടെ അരച്ചെടുത്തതാണിത്, കണ്ടോ. മിക്സി നന്നായിട്ട് അരച്ചെടുത്തു. അതുപോലെ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അതുപോലെ ടൊമാറ്റോ സോസ് വേണം. 1 സ്പൂൺ വിനെഗർ വേണം. അതുപോലെ നമ്മുടെ സോയാ സോസും വേണം. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സോസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഈ ചട്ടി ചൂടായതിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത്. ഇത് കരിയും മുമ്പേ നമുക്ക് ചെറിയ തീയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പച്ചമണം, ചെറുതായിട്ടൊന്ന് പച്ചമണം മാറത്തക്ക രീതിയിൽ ചെറിയ തീയിലൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ്, അതുപോലെ സോസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. സോയാ സോസ് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സോസുകളാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതാക്കുന്നത്. അതുകൊണ്ട് 1 ടീസ്പൂൺ തക്കാളി സോസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വിനെഗർ കൂടെ ചേർക്കുവാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. കാരണം നമ്മൾ സോസൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പ് അധികം വേണ്ട. അപ്പോൾ നമ്മുടെ ഉപ്പ് പാകമാണോ എന്ന് നോക്കിക്കോളണം. നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇതൊന്നും വേണ്ട കേട്ടോ. ഇത്ര തന്നെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോ സോസ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതൊന്നും ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് കൂട്ടി കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മുടെ മോമോസും നമ്മുടെ സോസും റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്, അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എനിക്കറിയാം, ഇവർക്കൊക്കെ അറിയാം. എന്നിരുന്നാലും ഞാനൊന്ന് ഇവർക്ക് കഴിക്കാൻ കൊടുക്കുവാണ്. അതുപോലെ ഞാനും കഴിച്ചു നോക്കുവാണ്. ഇത് നമുക്ക് ഈ സോസിൽ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം.
നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ആവി തന്നെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സൂപ്പർ സോസാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ മോമോസും ചെയ്ത് നോക്കണം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.